ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ട്രിപ്പിൾ ഐറ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്റ്റ് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. ഞാൻ ഇന്ന് നോക്കുന്നത്, ഈ ഒരു സമയത്ത് നിങ്ങളെ ആരോ വല്ലാത്ത മിസ് ചെയ്യുന്നുണ്ട്. ആരാണത് നോക്കിയാലോ? You know once. Ten of Cup. Emperor. Seven of Wands. Two of Cup. Ace of Pentacle. Eight of Wands. Nine of Pentacle. Two of Wands. Three of Pentacle. Ten of Pentacle. Ten of Sword. Hanged Man. Five of Sword. Wheel of Fortune. Five of Cup. Bottom. Queen of Wands ആണ് ഫസ്റ്റ് തന്നെ. Queen of Wands എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടിയുടെ കാർഡാണ് ഫസ്റ്റ് തന്നെ കിട്ടിയേക്കുന്നത്. വളരെ സ്ട്രോങ് ആയ തേർഡ് പാർട്ടിയാണ് ക്യൂൺ ഓഫ് വാൻസ്. നിങ്ങളിൽ ഒരു സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രം ഒരു സെൽഫിഷായ ഒരു തേർഡ് പാർട്ടിയാണ്. സ്വന്തം കാര്യത്തിന് മാത്രം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന സെൽഫിഷായ തേർഡ് പാർട്ടിയുടെ കാർഡാണ് ക്യൂൺ ഓഫ് വാൻസ്. ഇപ്പം തേർഡ് പാർട്ടി പല അട്രാക്റ്റും കാണിച്ച് മയക്കി നിങ്ങളെ വ്യക്തിയെ എടുത്തതായിട്ടാണ് കാണുന്നത്. അപ്പം ആ വ്യക്തി ആ തേർഡ് പാർട്ടിയുടെ വലയിൽ നിന്ന് തേർഡ് പാർട്ടി പല ബ്ലാക്ക് മാജിക്കും എല്ലാം ചെയ്തിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പം കുടുംബത്തിൻ്റെ പ്രശ്നം ശക്തമായപ്പോൾ നിങ്ങളെ വിട്ടു പോയൊരു വ്യക്തിയാണ്. നിങ്ങളെ വിട്ടു പോയിട്ടുണ്ട്, നിങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ആ വ്യക്തി. അപ്പം ഈ തേർഡ് പാർട്ടീൻ്റെ അടുക്ക ഈ വ്യക്തിക്ക് ഒരു രക്ഷയില്ലാതെ കൊണ്ട് തേർഡ് പാർട്ടി ആ വ്യക്തിനെ കുടുക്കി വച്ചിരിക്കുകയാണ്. അപ്പം ആ പ്രശ്നങ്ങൾ വന്നപ്പം നിങ്ങളെ വിട്ടുപോയ ആ വ്യക്തിയാണ് നിങ്ങളെ 24 മണിക്കൂറും നിങ്ങളെ മിസ് ചെയ്യുന്നത്. നിങ്ങൾ തമ്മിൽ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾ വല്ലാത്ത അട്രാക്ഷൻ ഫീൽ ചെയ്ത വ്യക്തികളാണ്. അത്രക്കും
ഒരിക്കലും പിരിയാൻ പറ്റാത്ത തരത്തിലുള്ള അട്രാക്ഷൻ ആയിരുന്നു തമ്മിൽ ഉണ്ടായത്. പക്ഷേ തേർഡ് പാർട്ടിക്ക് അത് പിടികിട്ടി. തേർഡ് പാർട്ടി പിന്നെ തേർഡ് പാർട്ടീൻ്റെ കൺട്രോളിൽ ആക്കി. തേർഡ് പാർട്ടീൻ്റെ കൺട്രോളിലാണ് പിന്നെ ഉണ്ടായത് എന്നാണ് കാണുന്നത്. തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക്കും ആ വ്യക്തിയുടെ മൈൻഡേ മാറ്റിയൊരു അവസ്ഥയാണ്. സ്നേഹം ഉള്ളിലില്ലെങ്കിൽ സ്നേഹം നടിച്ച് ആ വ്യക്തിനെ വലയിൽ വീഴ്ത്തിയതാണ്. അടുത്തത് 10 ഓഫ് കപ്പാണ്. നിങ്ങളുമായിട്ട് ഒരു 10 ഓഫ് കപ്പാണ് ആ വ്യക്തി സ്വപ്നം കണ്ടിരുന്നത്. നിങ്ങൾ തമ്മിൽ കണ്ടപ്പം തന്നെ വല്ലാത്തൊരു അട്രാക്ഷൻ ഫീൽ ചെയ്തിരുന്നു. സെലിബ്രേറ്റ് ചെയ്യണം, അത്രയും നല്ലൊരു ഫുൾഫിൽമെൻറ്റ് വേണം, ഓർക്കുമ്പോൾ സന്തോഷം, അത്രയും തടസ്സം, എന്ത് തടസ്സമുണ്ടെങ്കിലും അതിനെല്ലാം മറികടന്ന് നമ്മൾ ഒന്നാകുന്നൊക്കെ സ്വപ്നം കണ്ടിരുന്നവരായിരുന്നു നിങ്ങൾ. നിങ്ങളെ തന്നെ മതി എന്ന് ഉറപ്പിച്ചൊരു അപ്പം ആ വ്യക്തിക്ക് നിങ്ങളോട് പാസ്റ്റിൽ ചെയ്തു പോയത് ഇതൊക്കെ സ്വപ്നം കണ്ടിരുന്ന വ്യക്തിയാണ്. നിങ്ങളോട് പാസ്റ്റിൽ അവർ നിങ്ങളോട് ചെയ്ത എല്ലാം മറക്കാൻ ചെയ്തതെങ്കിലും അത് എല്ലാം മറക്കാൻ നിങ്ങൾ തയ്യാറാണ്. നിങ്ങളതൊക്കെ മറക്കാൻ തയ്യാറാണ്. അടുത്തത് എംപററാണ്. എംപറർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈഗോ ആണ്. എല്ലാറ്റിനും കാരണം ഈഗോ ആണ്. എല്ലാ പ്രശ്നങ്ങളും പ്രശ്നത്തിൻ്റെ തീവ്രതയാവുന്നത് ഈഗോ കാരണമാണ്. ഒന്നും പറയേണ്ട സമയത്ത് പറയില്ല. ഈഗോ ആയിട്ട് അത് നീട്ടി പോകും. അപ്പം ഒരു രാജാവിനെ പോലെ നേതൃത്വ പാഠവും വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല പദവിയിൽ ഒരു സോറി പറയൊന്നുമില്ല. സോറി പറയേണ്ട സമയത്ത് സോറി പറയണം. അപ്പോഴാണ് ആ പ്രശ്നം അവിടെ സോൾവ് ആവുക. ഇതത് പറയില്ല. എന്തും ഒരു പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലുള്ളൊരു വ്യക്തിയാണ്. സ്നേഹമുള്ളിൽ ഒരുപാടുണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യില്ല. അതെല്ലാം മനസ്സിനുള്ളിലവിടെ ഓർക്കും. ഈഗോവും പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഉള്ളിലും വളരെ സ്നേഹം തോന്നുമെങ്കിലും അത് സമ്മതിച്ചു തരില്ല. ഉള്ളിൽ വെച്ചിട്ട് ഈഗോവും പിടിച്ച് ഇരിക്കുക. എന്ത് മനസ്സിലുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കൂല. എല്ലാം ഉള്ളിൽ വെച്ചിട്ട് ഉള്ളിലൊരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിലും ഈ വ്യക്തിനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ദുഃഖം അനുഭവിക്കുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാവില്ല. എൻ്റെ ദുഃഖം ഞാൻ എന്തിന് മറ്റുള്ളവരെ അറിയിക്കണം? എൻ്റെ ദുഃഖം എൻ്റെതല്ലേ എന്ന് വെച്ചിട്ട് ഒട്ടും പുറത്ത് കാണിക്കൂല. എന്തായാലും അതൊക്കെ ഉള്ളിൽ ബെതുങ്ങി അങ്ങനെ നിൽക്കുന്നൊരു ഈഗോ പേഴ്സണാലിറ്റിയാണ് ഇവിടെ കാണുന്നത്. അടുത്തത് 7 ഓഫ് വാൻഡ്സ് ആണ്. ഇമോഷണലി സ്റ്റേബിൾ ചെയ്ത ഒരു നേട്ടം. സാഹചര്യത്തിന് മുകളിൽ സ്ട്രഗിൾ ചെയ്തിട്ട് മുന്നോട്ട് വരണം എന്നാണ് ചിന്തിക്കുന്നത്. ക്യൂൺ ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും ശക്തമായ തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും അതിനെയെല്ലാം മറികടന്ന് മുന്നോട്ട് വരണം എന്ന് തന്നെ ആ വ്യക്തി സ്വന്തം ജീവിതത്തോട് തന്നെ പോരാടാൻ തീരുമാനിച്ചൊരു വ്യക്തിനെ അവിടെ കാണുന്നത്. അതിശക്തമായിട്ട് മുന്നോട്ട് അതിൻ്റെ എല്ലാം പോരാട്ടത്തിൻ്റെ നടുവിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത്.
സ്വയം ആത്മനിയന്ത്രണത്തിലാണ്. ഒരു മറ്റുള്ളവരും എല്ലാം തടസ്സപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുമായിട്ട് ചേരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അകറ്റി നിർത്തുന്നുണ്ട്. എല്ലാം നിങ്ങളെപ്പറ്റി മോശം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ സ്വപ്നത്തിൽ അറിയാത്ത കാര്യങ്ങളെല്ലാം നിങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂസ്ഡായിപ്പോയി. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ളത്. ഇല്ലാത്ത പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ചെയ്യാത്തത് അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക, അങ്ങനെയെല്ലാം ഇവിടെ സംഭവിച്ചിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് ആവേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. അടുത്തത് 2 ഓഫ് കപ്പാണ്. ഒരുപോലത്തെ സ്നേഹമാണ്, അടിത്തറയുള്ള ബന്ധം, സോൾമേറ്റ്, ഡിവൈൻ അനുഗ്രഹിക്കപ്പെട്ട ബന്ധമാണ്. 2 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമോഷണലി കണക്റ്റഡ് ആണ്. കൊടുത്ത സ്നേഹം തിരിച്ചു തരണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത അത്രയും എൻ്റെ പാതിയാണ്, ട്വിന്നാണ്, മിററിംഗ് ആണ് നിങ്ങൾ. രണ്ടുപേരും അട്രാക്റ്റഡ് ആണ്. നിങ്ങൾക്ക് പകരം വേറെ ആരുമില്ല. രണ്ടുപേരും തന്നെയാണ്. ഈ ബന്ധത്തെ തകർക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. തേർഡ് പാർട്ടി ആയിട്ട് ഇവിടെ ഒരുപാട്. ആ വ്യക്തിക്ക് സങ്കടമാണ്, എടുത്തുചാട്ടം കൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചു പോയി. ഇവിടെ 2 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ചേരേണ്ടവരാണ്. പിരിയുമ്പോൾ അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ഒരു അത്രയും അട്രാക്റ്റായി വലിക്കുന്നൊരു അതാണ് ആ വ്യക്തി. അത്രയും സങ്കടത്തിലാണ്, എടുത്തുചാട്ടത്തിൽ നിങ്ങളെ വേദനിപ്പിച്ചു പോയതിൽ അത്രയും ദുഃഖിക്കുന്നു. നിങ്ങളില്ലാതെ വന്നപ്പോൾ ശരിക്കും മനസ്സിലായി നിങ്ങളെ അവർ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന്. അവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്ഥാനം എന്തായിരുന്നു എന്നെല്ലാം ആ വ്യക്തി ഇപ്പം അത്രയും മനസ്സിലാക്കുന്നു. എത്ര അകലാൻ ശ്രമിച്ചാലും സ്റ്റക്കാവുന്നു. വഴക്ക് ആയതിൻ്റെ കുറ്റബോധം അതാണ് വല്ലാതെ അലട്ടുന്നത്. എല്ലാം പറ്റിപ്പോയി, ഇങ്ങനെയെല്ലാം സംഭവിച്ചു പോയി എന്നെല്ലാം നിങ്ങളോട് പറയണം. നിങ്ങളുമൊത്തുള്ള സ്വപ്നങ്ങൾ ഒരുപാട് കാണാം. തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തേർഡ് പാർട്ടി ഉണ്ട്. രണ്ടുപേരുടെയും മനസ്സിൽ മറ്റാർക്കും സ്ഥാനമില്ല. പക്ഷേ നിങ്ങളെ ഒന്ന് കണ്ടുമുട്ടാനുള്ളൊരവസരം വരെ കൊടുക്കാതെ നിങ്ങളെ സെപ്പറേറ്റ് ആക്കുക. എന്ന് നിങ്ങൾക്ക് ഒരവസരവും കിട്ടുന്നില്ല. അപ്പം എന്താണ് ഒരു വ്യക്തി നെഗറ്റീവാണ് ചിന്തിക്കുന്നതെങ്കിൽ മറ്റേ വ്യക്തിയും നെഗറ്റീവ് തന്നെ ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് നല്ലതാണ് ചിന്തിക്കുന്നതെങ്കിൽ രണ്ടുപേരും അത് തന്നെയാണ് ചിന്തിക്കുക. അപ്പം മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ വിട്ട് നിങ്ങളെ തള്ളിപ്പറഞ്ഞ് തേർഡ് പാർട്ടിക്ക് വേണ്ടി നിങ്ങളെ തള്ളിപ്പറഞ്ഞ് ആ വ്യക്തി തന്നെയാണ് നിങ്ങളെ 24 മണിക്കൂറും മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിക്ക് മിസ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. അതിങ്ങനെ നോൺ സ്റ്റോപ്പ് പോലെ ഇങ്ങനെ ഹൃദയമിടിപ്പ് പോലെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പറ്റുന്നില്ല. ഫസ്റ്റിൽ അവർ നിങ്ങളോട് ചെയ്തത് എല്ലാം മറക്കാൻ നിങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് അവരൊരു സ്റ്റാർ തന്നെയാണ്. രണ്ടുപേർക്കും ഒരുപാട് നെഗറ്റീവായ സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിച്ചതായിട്ട് ഇവിടെ കാണുന്നു.
നിങ്ങൾ ദേഷ്യമൊക്കെ നടിച്ചിട്ട് മാറി നിൽക്കുക. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തി ഒരു സ്റ്റാറായിട്ട് നിങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവരെ വെറുക്കാൻ നിങ്ങൾക്കും കഴിയില്ല, നിങ്ങളെ വെറുക്കാൻ അവർക്കും കഴിയില്ല. നിങ്ങൾ 2 ഓഫ് കപ്പാണ്, അപ്പോൾ കഴിയില്ല. അപ്പോൾ നിങ്ങളോട് ചെയ്തു പോയത് ഓർത്ത് അത്രയും ദുഃഖിക്കുന്നൊരു വ്യക്തിനെ ഇവിടെ കാണുന്നത്. നിങ്ങൾ തമ്മിൽ ചേർന്നാൽ മാത്രമേ മുന്നോട്ട് നിങ്ങൾക്ക് ലൈഫ് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ കൂടിച്ചേരേണ്ടവരാണ്. അടുത്തത് ഏസ് ഓഫ് പെൻഡിക്കിളാണ്. വികാരത്തെ എല്ലാം ഹോൾഡ് ചെയ്ത് പിടിച്ച് മനസ്സ് നിറഞ്ഞ് സ്നേഹം, ഇമോഷൻസ് അടക്കി പിടിക്കാൻ പറ്റാത്തൊരു സ്നേഹം, ഓവർഫ്ലോയിങ് ആയ സ്നേഹം. പല ഓപ്പർച്യൂണിറ്റിയും ആ വ്യക്തിക്ക് വരുന്നുണ്ട്. ന്യൂ ബിഗിനിങ്, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്നെല്ലാം ആ വ്യക്തി ആഗ്രഹിക്കുന്നു. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് എല്ലാം വരുന്നുണ്ട് ആ വ്യക്തിയിലേക്ക്. അപ്പം എയ്റ്റ് ഓഫ് വൺസ് ആണ്. സ്പീഡിൽ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. എന്തെങ്കിലും ആ വ്യക്തി ഓടി വരിക ആവാം, വന്നു കാണലാവാം, അല്ലെങ്കിൽ കോളോ മെസ്സേജോ എന്തോ ആയാലും ഒരു സ്പീഡിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്. എയ്റ്റ് ഓഫ് വൺസ് വന്നിട്ടുണ്ട്. ചെയ്തത് തെറ്റായിപ്പോയി, സംസാരിക്കാൻ അത്രയും ആഗ്രഹിക്കുന്നില്ലാതെ എനിക്ക് പറ്റില്ല. സോളുകൾ തമ്മിൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവായ മെസ്സേജ് എന്തായാലും സഡൻ വരുന്നുണ്ട്. ഓടി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അടുത്ത 9 ഓഫ് പെൻഡിക്കിളാണ്. 9 ഓഫ് പെൻഡിക്കിളിന് ഇൻഡിപെൻഡായ ഈ ബന്ധം വന്നതിന് ശേഷം ഇൻഡിപെൻഡ് ആയതാവാം. സോൾമേറ്റ് കണക്ഷനാണ്. അത്രയും വിശ്വാസത്തോടു കൂടി നിങ്ങളിലേക്ക് വരുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് മിസ് ചെയ്ത് ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഒരു നിമിഷം പോലും മിസ് ചെയ്യാതെ നിൽക്കാൻ പറ്റുന്നില്ല. അത്രയും ഇങ്ങനെ മിസ് ചെയ്തുകൊണ്ടേയിരിക്കുക. മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയല്ലാണ്ട് എൻ്റെ ഹൃദയമിടിപ്പ് പോലെയാണ്, ശ്വാസോച്ഛ്വാസം പോലെ ഇങ്ങനെ മിസ് ചെയ്യാണ്. ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കരുതായിരുന്നു. ഇത്രയും എൻ്റെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തിനെയാണ് ഞാൻ ഇങ്ങനെ വേദനിപ്പിക്കേണ്ടി വന്നത്. എന്നൊക്കെയാണ് ആ വ്യക്തി ചിന്തിച്ചു കൂട്ടുന്നത്. മിസ് ചെയ്തുകൊണ്ട് ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അടുത്തത് 2 ഓഫ് വൺസ് ആണ്. പേഴ്സണെ ഫോളോ ചെയ്യുന്നു, നിങ്ങളെ തന്നെ ഫോളോ ചെയ്യുന്നു. സ്പാർക്കായ സ്നേഹമാണ്. വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങളെന്ന വൺസിൽ പിടിച്ച് നിൽക്കുകയാണ്. എന്ത് ചൂസ് ചെയ്യണം? അത് 2 ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടിയുടെ കാർഡ് കൂടിയാണ്. തേർഡ് പാർട്ടി ഇവിടെ ശക്തമാണ്.
അടുത്തത് 10 ഓഫ് പെൻഡിക്കലാണ്. 10 ഓഫ് പെൻഡിക്കൽ എന്ന് പറഞ്ഞാൽ ഇത്രയും സക്സസ്സോടും കൂടെ സക്സസ്സിലേക്ക് പോകുന്ന സ്റ്റെബിലിറ്റിയോടും കൂടെ പൂർത്തീകരണം, അത്രയും രാജകീയമായ ഒരു ലൈഫിലേക്കാണ് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. 10 ഓഫ് പെൻഡിക്കൽ എല്ലാ സാമ്പത്തികം എല്ലാം കിട്ടിയെങ്കിലും നിങ്ങളെ കിട്ടിയില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. അപ്പം നിങ്ങളെന്ന 10 ഓഫ് സോഡിലേക്കാണ് പോകുന്നത്. പിന്നെ 10 ഓഫ് സോഡ് അത്രയും ഹൃദയം നുറുങ്ങിയ വേദന അനുഭവിക്കുകയാണ്. എൻ്റെ ലൈഫിൻ്റെ തന്നെ എൻ്റെ പാർട്ടായ 2 ഓഫ് കപ്പായ നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നതിൽ നിങ്ങളെ എങ്ങനെ നേടിയെടുക്കണം. ഹാങ്ക്ഡ് മാനായിട്ട് നെക്സ്റ്റ് ഹാങ്ക്ഡ് മാനാണ്. നിങ്ങളെ ഹാങ്ക്ഡ് മാനായിട്ട് ആ വ്യക്തി ചിന്തിക്കുകയാണ്. നിങ്ങൾ കൊടുത്ത സ്നേഹത്തിൽ സ്റ്റെക്കാണ്. അത്രയും നിങ്ങൾ കൊടുത്ത ആ പരിശുദ്ധമായ ആ സ്നേഹം ആ വ്യക്തി അതിൽ സ്റ്റെക്കായിട്ട് ഹാങ്ക്ഡ് മാനായിട്ട് ഓർക്കുകയാണ്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അപ്പം യൂണിവേഴ്സിൻ്റെ ടൈം ആകുമ്പോൾ നമ്മൾക്ക് എല്ലാ സക്സസ്സും കിട്ടുമെന്ന് ആ വ്യക്തി ചിന്തിക്കുകയാണ്. യൂണിവേഴ്സ് തന്നെ നമുക്കൊരു ടൈമിംഗ് വെച്ചിട്ടുണ്ട്. അപ്പം ആ ടൈമിങ്ങിൽ നമ്മൾ ഒന്നു ചേരുക തന്നെ ചെയ്യും എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. അപ്പം ബോട്ടം കിട്ടിയിരിക്കുന്നത് 5 ഓഫ് കപ്പാണ്. അപ്പം നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖത്തിലേക്ക് പോകുന്ന ഒരിക്കൽ ഇതെല്ലാം കിട്ടുമെന്ന് ഓർക്കുക, പിന്നെ ആദ്യം ദുഃഖത്തിലേക്ക് പോകുന്ന ആ വ്യക്തി. നിങ്ങളെ കിട്ടുന്നത് വരെ ആ വ്യക്തിക്ക് ഒരു മനസ്സമാധാനവും ഇല്ല, മിസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ആ വ്യക്തി അത്രമാത്രം പ്രതീകമായിട്ട് ദുഃഖത്തിൻ്റെ 5 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും ദുഃഖത്തിൻ്റെ പ്രതീകമായിട്ട് നിങ്ങൾ കഴിഞ്ഞിട്ടുള്ള സന്തോഷമായ നിമിഷങ്ങളെ ഓർത്തിട്ട് ദുഃഖിക്കുന്ന ഒരു വ്യക്തിയാണ്. റിസൾട്ട് കിട്ടിയില്ല, വ്യക്തിക്കൊരു നിങ്ങളിൽ നിന്നൊരു ഉറപ്പ് കിട്ടണം, എന്നാലേ ആ വ്യക്തിക്ക് ഉറങ്ങാൻ പോലും പറ്റൂ. അത്രയും മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി തന്നെയാണ്. 24 മണിക്കൂർ നിങ്ങളെ ഓർത്ത് മിസ് ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തി തന്നെയാണ്. വിഘ്നേശ്വരനാണ് വന്നിരിക്കുന്നത്. വിഘ്നേശ്വരൻ പറയുന്നത് നിങ്ങളുടെ എല്ലാ വിഘ്നങ്ങളും മാറാൻ പോകുന്നു, ഭഗവാൻ മാറ്റാൻ പോകുന്നു. തേർഡ് പാർട്ടിയുടെ ഉപദ്രവങ്ങളും എല്ലാം വിഘ്നേശ്വരൻ കണ്ടിട്ടുണ്ട്. വിഘ്നങ്ങളെല്ലാം വിഘ്നേശ്വരൻ മാറ്റും. പിന്നെ നിങ്ങൾക്ക് എല്ലാം സ്മൂത്തായിട്ട് കാര്യം നടക്കും. വിഘ്നങ്ങൾ മാറിക്കിട്ടിയാൽ തന്നെ നമ്മുടെ ലൈഫിൽ എല്ലാം സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടന്നു കിട്ടും. I want to feel that way again. എനിക്ക് നിന്നെ വീണ്ടും അനുഭവിക്കണം. Finding out the truth crushed me. സത്യം കണ്ടെത്തിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. I love you unconditionally. ഒരു കണ്ടീഷണലും ഇല്ലാതെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത് എന്നാ പറയുന്നത്. പൂരാടം, ട്വിൻ ഫ്ലൈം, ബിസിനസ്, ട്രാവൽ, എഫ്, ചോതി, കോട്ടയം, ഡിസംബർ,
സോൾമേറ്റ് ത്രാടം. പത്തനംതിട്ട ടി. ബി കണ്ണൂർ. രോഹിണി ജൂലൈ. ആഗസ്റ്റ് അശ്വതി. ആലപ്പുഴ തൃക്കേട്ട. പൂരുട്ടാതി ഡ്രൈവർ. മലപ്പുറം ജി. തിരുവനന്തപുരം യു. പുണർദം ഫെബ്രുവരി. കാസർഗോഡ് എ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. ഇത് ആർക്കെല്ലാം റെസിനേറ്റ് ആവുന്നു എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.